വലിയ തിരക്കുണ്ട്. നേമം വാഴമുട്ട സ്കൂളിലാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നമ്മൾ ഉള്ളത്. ഇവിടെ വലിയ തിരക്ക് നേരത്തെ തന്നെയുണ്ട്. ഒരുപക്ഷെ ക്യൂ നീങ്ങാനുള്ള ബുദ്ധിമുട്ട് കൂടി ആകാം ഒരു കാരണം. എല്ലാ തരത്തിലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. ഇവിടെ രണ്ട് നവവധൂവരന്മാരാണ്. അവർ വിവാഹപന്തലിന് നേരെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അവർ പാച്ചലൂർ സ്വദേശികൾ രണ്ടുപേർക്കും വോട്ട് വാഴമുട്ട സ്കൂളിലെ രണ്ട് ബൂത്തുകളിലായി തന്നെയാണ്. അശ്വന്ത് അല്ലേ? അശ്വന്ത് നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഈ കല്യാണ പന്തലിൽ നേരെ വരുന്നത്? കുറെ കല്യാണം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തില് ഇങ്ങനെ തീരുമാനിക്കാൻ കാര്യം എന്തായിരുന്നു? ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ടൈം കിട്ടിയതുകൊണ്ടും ബൂത്ത് ഇതിന്റെ ഇടയിലായതുകൊണ്ടും ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. രണ്ടുപേരും ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ താല്പര്യമുള്ള ആളുകൾ അല്ലെ? വോട്ട് ചെയ്യാൻ മാത്രം വരുന്ന രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തെക്കാൾ ജനാധിപത്യം എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ആൾക്കാരാണ് ഈ പുതുതലമുറ. ശരിക്കും ഈ വോട്ടിംഗ് എന്നൊന്നും താല്പര്യമില്ലാത്ത ആളുകളെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടോ? ശരിക്കും രാഷ്ട്രീയം ചിന്തിക്കുന്നവരല്ലേ? അതിനെപ്പറ്റി എനിക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പുതിയ തലമുറ വോട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ദിവ്യശ്രീ ഡോക്ടറാണ് അല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ്. എവിടെ? മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എങ്ങനെയാണ് ഈ ഒരു വേറൊരു പ്രത്യേക ഒരു സാഹചര്യമാണല്ലോ ഇത്? നേരെ കല്യാണ പന്തലിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് വരാം. അതെ, സന്തോഷമുണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയത്. തിരക്കിന്റെ ഇടയിൽ വരാൻ പറ്റിയത്. ഈ രാഷ്ട്രീയം നേരത്തെ രാഷ്ട്രീയമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതല്ല, ഈ വോട്ട് ജനാധിപത്യ രീതിയിൽ മാത്രമാണ്. വോട്ട് എന്നത് സാധാ ജനങ്ങളുടെ അവകാശമാണ്. അത്ര ഏതായാലും ഒരു കല്യാണത്തിനാണെങ്കിൽ പോലും വോട്ടവകാശം വിനിയോഗം തീരുമാനം എടുക്കുക. വോട്ട് എന്തായാലും ചെയ്യണം. രണ്ട് ദിവസമായിരുന്നെങ്കിലും രണ്ട് ചെയ്യുമായിരുന്നു. അടുത്തടുത്ത നാട്ടുകാരാണോ? രണ്ടുപേരും പാച്ചിട്ടു. അപ്പൊ ഈ അടുത്തടുത്ത രണ്ട് ബൂത്തുകളാണ്. അതെ, രണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.